കപ്പൽ മുങ്ങാൻ തുടങ്ങുമ്പോൾ ആദ്യം ഓടി രക്ഷപ്പെടുന്നത് ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ബംഗ്ലാദേശിൽ ഇപ്പോൾ സംഭവിക്കുന്നതും മറ്റൊന്നല്ല. രക്ഷാപ്രവർത്തകർ, ഉപദേഷ്ടാക്കൾ എന്നൊക്കെയുള്ള പേരിൽ അധികാരം പിടിച്ചെടുത്ത മുഹമ്മദ് യൂനസും സംഘവും ഇപ്പോൾ ജീവനും കൊണ്ട് പറക്കുകയാണ്. ബംഗ്ലാദേശിൽ കഴിഞ്ഞ 18 മാസമായി തുടർന്ന അനിശ്ചിതത്വത്തിനൊടുവിൽ ഭരണമാറ്റം നടക്കുകയാണെന്ന് അറിയാമല്ലോ. പക്ഷെ പുതിയ സർക്കാർ വരുന്നതിന് മുൻപേ തന്നെ യൂനസിന്റെ വലം കൈകൾ രാജ്യം വിടാൻ തുടങ്ങിയിരിക്കുന്നു. മുഹമ്മദ് യൂനസിന്റെ പ്രത്യേക സഹായിയായിരുന്ന ഫൈസ് അഹമ്മദ് തയ്യിബ് ഇതിനോടകം തന്നെ ജർമ്മനിയിലേക്ക് കടന്നു കഴിഞ്ഞു. സർപ്രൈസ് എക്സിറ്റ് എന്നാണ് മാധ്യമങ്ങൾ ഇതിനെ വിളിക്കുന്നത്. ഒന്നുമില്ല, പെട്ടെന്ന് മുങ്ങുക എന്നുള്ളതാണ് അർത്ഥം. BNP നേതാവ് താരിഖ് റഹ്മാൻ പുതിയ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ ഒരുങ്ങുമ്പോഴാണ് ഈ ഒളിച്ചോട്ടം ശ്രദ്ധേയം. അന്താരാഷ്ട്ര ട്രൈബ്യൂണലിലും മറ്റും യൂനസിനെ സഹായിച്ചിരുന്നവർക്ക് ഇപ്പോൾ ഒരൊറ്റ ചിന്തയേ ഉള്ളൂ: അടുത്ത ഭരണകൂടം വരുമ്പോൾ തങ്ങൾ ജയിലിലാകുമോ എന്നത്. അതുകൊണ്ട് കിട്ടിയ വിടവിലൂടെ യൂറോപ്പിലേക്ക് മുങ്ങാനാണ് പലരുടെയും നീക്കം. ഇതാണ് സർപ്രൈസ് എക്സിറ്റ് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ എന്തിനാണ് ഇവർ ഭയക്കുന്നത്? ജനാധിപത്യത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ഷെയ്ഖ് ഹസീന സർക്കാരിനെ അട്ടിമറിച്ച് ഭരണഘടനയിൽ പോലും ഇല്ലാത്ത ഒരു ഇടക്കാല സംവിധാനം ഉണ്ടാക്കിയാണ് ഇവർ ഭരിച്ചത്. നിയമവിദഗ്ധർ ഇതിനെ വിളിക്കുന്നത് എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ അഥവാ ഭരണഘടനാ വിരുദ്ധം എന്ന് തന്നെയാണ്. ഷെയ്ഖ് ഹസീന ഭരിച്ചിരുന്നപ്പോൾ ബംഗ്ലാദേശിൽ കൃത്യമായിട്ടുള്ള ഒരു നിയമവാഴ്ചയും വികസനവും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ജനാധിപത്യത്തെ അട്ടിമറിച്ച് അധികാരത്തിൽ വന്ന യൂനസ് സർക്കാർ ജനങ്ങൾക്ക് നൽകിയത് സാമ്പത്തിക തകർച്ചയും അരാജകത്വവും മാത്രമാണ്. തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ ചെയ്യേണ്ട നിർണായകമായ കരാറുകളും ഭരണഘടനാ ഭേദഗതികളും ഒരു താൽക്കാലിക സർക്കാർ ചെയ്തത് വലിയ നിയമലംഘനമാണെന്ന് ഇപ്പോൾ വ്യക്തമാകുന്നു. ആ തെറ്റുകളുടെ ഫലമാണ് ഇവർ ഇപ്പോൾ അനുഭവിക്കുന്നത്. ഇവർ അതിന്റെ ഫലം അനുഭവിക്കേണ്ടി വരുമോ എന്നുള്ള പേടിയിലാണ് രക്ഷപ്പെടുന്നത്. ഇനി വരുന്നത് താരിഖ് റഹ്മാന്റെ ഭരണമാണ്. ഇതും ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമൊന്നും നൽകുന്നില്ല. കാരണം അവരുടെ പ്രധാനപ്പെട്ട 3 നേതാക്കൾ തന്നെ ബലാത്സംഗവും കൊലപാതകങ്ങളും ഭീകരവാദവും ഒക്കെ പയറ്റിത്തെളിഞ്ഞ വധശിക്ഷ കാത്തുകിടന്ന കൊടും ക്രിമിനലുകളാണ്. അവരെ കുറ്റവിമുക്തരാക്കിയത് യൂനസ് സർക്കാരുമാണ്. ഒരു വശത്ത് നാടിനെ കുട്ടിച്ചോറാക്കിയിട്ട് നാട് വിടുന്ന യൂനസ് അനുകൂലികൾ, മറുവശത്ത് അധികാരം പിടിക്കാൻ വെമ്പുന്ന ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി. ചുരുക്കത്തിൽ ഷെയ്ഖ് ഹസീന നൽകിയ ആ സുവർണകാലം കഴിഞ്ഞ് ബംഗ്ലാദേശ് ഇന്ന് സമ്പൂർണമായ ഒരു അരാജകത്വത്തിന്റെ പിടിയിലാണ്. നിയമവാഴ്ച തകർന്നു, ജനജീവിതം ദുസ്സഹമായി, അധികാരമോഹികൾ കസേരയ്ക്ക് വേണ്ടി തല്ലുകൂടുമ്പോൾ സാധാരണക്കാർ പെരുവഴിയിലാകുന്ന കാഴ്ചയാണ് അയൽപ്പക്കത്ത് നമ്മൾ കാണുന്നത്. അയൽപ്പക്കത്തെ ഈ കലുഷിതമായ അവസ്ഥ കാണുമ്പോൾ സമാധാനവും ജനാധിപത്യവും പുലരുന്ന നമ്മുടെ നാടിനെ ഓർത്ത് ഒന്ന് അഭിമാനിക്കാൻ തോന്നുന്നില്ലേ? നമ്മൾ ഇന്ത്യയിലാണ് എന്ന തിരിച്ചറിവിൽ ആശ്വാസത്തിന്റെ ഒരു നെടുവീർപ്പ് വരുന്നില്ലേ? ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഇന്ത്യ എത്ര സുന്ദരമാണ് എന്ന് തോന്നുന്നില്ലേ? ആ ഒരു ഫീലിംഗ് ഭാരതത്തിലല്ലാതെ ഭൂമിയിൽ മറ്റൊരു രാജ്യത്തും ഒരു ഭാരതീയന് കിട്ടില്ല. ജസ്റ്റ് ന്യൂസ് ഇന്ത്യ മലയാളം.